സംന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യവ്രതീ ദണ്ഡീ സർവവേദാന്തപണ്ഡിതഃ ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മുടെ ശ്രീകൃഷ്ണ രസായനത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. നാളെ മുതൽ ശ്രീമദ് ഭഗവത്ഗീതയുടെ സാരം തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും ശ്ലോകങ്ങളിലൂടെ നമ്മൾ പരിചയപ്പെടുകയാണ്, വിശദമായി തന്നെ പരിചയപ്പെടുകയാണ്. അപ്പോൾ മുകുന്ദമാല നമ്മെ സദാ നിരന്തരം നാരായണ സ്മരണ ചെയ്യാനും നാമം ജപിക്കാനും ഒക്കെ പഠിപ്പിച്ചു. അതുപോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്ര ഗുണങ്ങൾ നമുക്ക് ഈ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾ ജീവിതത്തിൽ എത്ര അർത്ഥവത്തായ കാര്യങ്ങളാണ്, എത്ര മൂല്യങ്ങളാണ് നമ്മൾ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളിലേറ്റു വാങ്ങിയത്. അപ്പോൾ ഇത്തരം സത്സംഗങ്ങൾ സമാജത്തിൽ നടക്കേണ്ടതുണ്ട്. അതിൻ്റെ ഫലം, അതിൻ്റെ ഗുണഫലം ലഭിക്കുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. അവർക്കാണ് തികച്ചും സൗജന്യമായിട്ട് ഈ ഒരു അറിവ് ലഭിക്കുന്നത്. അത് ഈശ്വരൻ്റെ കൃപയാണ്. ഇന്ന് നമുക്ക് ഒട്ടേറെ ശ്ലോകങ്ങൾ പരിശോധിക്കാനുണ്ട്. അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞതിനപ്പുറത്ത് ഈ ക്ലാസ്സിൻ്റെ ഇന്നത്തെ സമയം കഴിഞ്ഞിട്ട് അല്പസമയം കൂടെ 2 മിനിറ്റ് കൂടെ നമുക്ക് പറയാം. ആദ്യം നമുക്കിന്ന് ഒരുപാട് ശ്ലോകങ്ങളുണ്ട്, അത് നോക്കാം. ഓരോ ശരീരത്തിനും ഓരോ അവയവങ്ങൾ, അതായത് തല, കൈ, കാല്, ഇങ്ങനെ ഓരോ ശരീരത്തിനും ഓരോ അവയവങ്ങൾ തന്നിരിക്കുന്നതിന് ഓരോന്നിനും ഓരോ ജോലിയുണ്ട്. അപ്പോൾ അതിനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് ആ ശരീരം കൃത്യമായിട്ട് അതിൻ്റെ നിലയിൽ പ്രവർത്തിക്കുന്നത്. കുലശേഖര ആൾവാർ പറയുന്നത് കൈ തന്നിരിക്കുന്നത്, കാല് തന്നിരിക്കുന്നത്, നാവ് തന്നിരിക്കുന്നത്, മനസ്സ് തന്നിരിക്കുന്നത്, ശിരസ് തന്നിരിക്കുന്നത് എല്ലാം നാരായണനെ നമസ്കരിക്കാനും നാരായണ കാര്യങ്ങൾ ചെയ്യാനുമാണെന്നാണ്. പ്രണമാമി ഈശസ്യ ശിരഃഫലം. വിഷ്ണുവിനെ, ഭഗവാനെ നമസ്കരിക്കാനാണ് ശിരസ് തന്നിരിക്കുന്നത്, അതാണ് ശിരസിൻ്റെ ഫലം. വിദുസ്തദർച്ചനം പാണിഫലം. വിദ്വാൻമാർക്ക്, പണ്ഡിതന്മാർക്ക്, അറിവുള്ളവർക്ക് വിഷ്ണുവിനെ പൂജിക്കാനാണ് കൈ തന്നിരിക്കുന്നത്. ദിവ്യൗകസ, ദേവന്മാർ, ദിവ്യൗകസ മനഫലം. അത് ദേവന്മാർ അവരെ പൂജിക്കാൻ, വിഷ്ണുവിനെ പൂജിക്കാനായിക്കൊണ്ടാണ് ദേവന്മാരുടെ ഉടൽ കൊടുത്തിരിക്കുന്നത്. മനഃഫലം തദ്ഗുണ തത്വചിന്തനം. മനസ്സിൻ്റെ ഫലം വിഷ്ണുവിൻ്റെ തത്വചിന്തനമാണ്. മനസ്സുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, മനസ്സുകൊണ്ട് അതും ഇതും ആലോചിക്കാതെ, പുതിയ പടം റിലീസായോ ഇല്ലയോ എന്നാലോചിക്കാതെ മനസ്സിൻ്റെ ചിന്ത എപ്പോഴും ഭഗവാനിലേക്ക് തിരിച്ചുവിടുക. എന്ത് ചെയ്യുമ്പോഴും ഭഗവാനായിക്കൊണ്ട് ചെയ്യാം. ഒരിക്കൽ ഏതാനും വർഷം മുമ്പ്, അതായത് ഒരു 10-12 വർഷമായി കാണും, എൻ്റെ ഒരു സുഹൃത്ത് വയനാട്ടിൽ നിന്ന് എന്നെ കാണാൻ വന്ന് അന്ന് രാത്രി എൻ്റെ കൂടെ താമസിച്ചു. പിറ്റേന്ന് ദിവസം കുളിയൊക്കെ കഴിഞ്ഞ്, ഞാനും കുളി കഴിഞ്ഞു. രാവിലെ കുളിക്കുന്ന സമയത്ത് കുളി കഴിഞ്ഞിട്ട് ഒക്കെ എൻ്റെ പ്രവൃത്തികൾ അയാൾ സസൂക്ഷ്മം
എന്തൊക്കെയാണ് ഇയാളുടെ പരിപാടികൾ എന്നറിയണമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ എല്ലാ പ്രവൃത്തിയിലും മറ്റൊരാൾ കൂടെ ഇടപെടുന്നതായിട്ട് അയാൾക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു അയാൾ, ഇതെന്താ ഇങ്ങനെ എന്താ ഈ സംഗതി എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന അമ്മയുടെ പുസ്തകം അമൃത ജ്യോതി എന്ന് പറയുന്ന ചെറിയൊരു കൈപ്പുസ്തകമാണ്, അമൃത ജ്യോതി. അതിലമ്മ പറയുന്നുണ്ട്, എല്ലാ ദിവസവും നിങ്ങളുടെ പൂജാമുറിയിലെ ദേവീ ദേവന്മാരുടെ ഗുരുക്കന്മാരുടെ പടമൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കണം. നിങ്ങൾ കുളിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലെ പടങ്ങളെ ചിത്രങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കി വയ്ക്കണം. അവിടെയൊന്നും അലങ്കോലാക്കി വെക്കരുത്. അപ്പോൾ ഞാനെപ്പോഴും വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പടങ്ങളെല്ലാം തുടച്ച്, അതൊരു മറ്റുള്ളവർ മിണ്ടില്ല ആ സമയത്ത് നമ്മൾ കൂടുതൽ നാമം ജപിക്കണം. ജപിച്ചുകൊണ്ട് തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക. എല്ലാ ദിവസവും അങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ ഇരിക്കുന്ന മുറിയിലാണെങ്കിലും നമ്മളുടെ പൂജാമുറിയിലാണെങ്കിലും ദേവീ ദേവന്മാരുടെ പടം നിത്യേന നമ്മൾ കുളിക്കുന്ന പോലെ തന്നെ ശ്രദ്ധയോടെ തുടയ്ക്കണം എന്ന് പറയും. അപ്പോൾ കൈകൊണ്ട് തുടച്ച് ഞാൻ ജപിച്ചുകൊണ്ടാണ്. തലമുടി തോർത്താൻ നേരത്ത് സാക്ഷാൽ അമ്മ എനിക്ക് അത് തലമുടി തോർത്തി തരുന്ന പോലെയാണ് ഞാൻ സങ്കല്പിക്കാറ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുളി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പെറ്റമ്മ തല തൊട്ട് നോക്കണം, എന്നാലേ എനിക്ക് ഉറപ്പ് വരുള്ളൂ. അമ്മ പറയണം ആ വെള്ളം പോയി എന്ന് പറഞ്ഞാലേ എനിക്ക് അത് ജലദോഷം വരാതിരിക്കുകയുള്ളൂ. അല്ല അമ്മ അങ്ങനെ പറയാത്ത ദിവസങ്ങളിൽ എനിക്ക് അസുഖങ്ങൾ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. അതുപോലെയുള്ള പെറ്റമ്മയിലുള്ള വിശ്വാസം ഈശ്വരങ്കൽ വേണം. പിൽക്കാലത്ത് അതിന് ശേഷം വീട് വിട്ടിട്ടും കുറേയൊക്കെ നമ്മൾ അമ്മയുടെ ആശ്രമവുമായി ബന്ധപ്പെട്ടിട്ടും അല്ലാതെയും ജപിക്കാനും മറ്റുമൊക്കെ മാറി താമസിക്കേണ്ടി വന്ന സമയത്തൊക്കെയും ആ സ്ഥാനം സാക്ഷാൽ ദേവിയെ ഏൽപ്പിച്ചു ഞാൻ. എന്ന് വെച്ചാൽ മുടി തുടയ്ക്കുന്നത് പോലും എല്ലാ കാര്യം, മുടി ചീകുന്നതാണെങ്കിൽ അത് അമ്മയ്ക്ക് ചീകി കൊടുക്കുന്നത് സങ്കല്പിക്കുക. ഇഷ്ടദേവതയ്ക്കായിക്കൊണ്ട് എല്ലാം ചെയ്യുന്ന പ്രത്യേകിച്ചൊരു അവസ്ഥയല്ല, ഗോപികമാരുടെ ഭക്തിയാണത്. ഗോപികമാരുടെ ഭക്തി എന്ന് പറഞ്ഞാൽ ധ്യാനിച്ചിരിക്കലല്ല, ചമ്പറം പടിഞ്ഞിരുന്നിട്ട് ശ്വാസം സോഹം സോഹം എന്ന് വിളിച്ചു പോവുകയല്ല. അവർ ചെയ്യുന്നത്, ഗോപികമാരുടെ രീതി എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നതും കൃഷ്ണനായിക്കൊണ്ട് ചെയ്യാം. ഇപ്പോൾ നടക്കുന്ന വഴിയിൽ ഗോപികമാർ ഒരു ആരുടെ പാദത്തിൻ്റെ അടയാളം കണ്ടാൽ ഇത് കൃഷ്ണൻ്റെ പാദമാണെന്ന് ചിന്തിക്കുക. അവർ മുറ്റമടിച്ച് വരുമ്പോൾ അത് കൃഷ്ണൻ വരുന്നുണ്ട്, അതുകൊണ്ട് കൃഷ്ണനെ വരവേൽക്കാൻ വേണ്ടി മുറ്റമടിച്ച് വരും ചിന്തിക്കുക. അവരൊരു ആഹാരം ഉണ്ടാക്കിയാൽ അത് കൃഷ്ണന് വേണ്ടിയും ചിന്തിക്കുക. ഇങ്ങനെ ഓരോ കർമ്മത്തിലും 24 മണിക്കൂറിൽ ധ്യാനം തൈലധാര പോലെ വരണമെങ്കിൽ എന്ത് ചെയ്യുന്നതും തൻ്റെ ഇഷ്ടദേവതയ്ക്കായിക്കൊണ്ട് ചെയ്യണം. അതാണ് അതിൻ്റെ ആദ്യത്തെ പടി. ആദ്യത്തെയും അവസാനത്തെയും പടി അതാണ്. ആളുകളുടെ ചിന്ത മറ്റൊന്നാണ്. അവർ 1 മണിക്കൂർ ജപിക്കുകയോ പൂജാമുറിയിൽ ഇരിക്കുകയോ ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇതാണ് ഈശ്വര സേവ എന്നാണ്. ഒരു പക്ഷേ അതിൽ ഈശ്വരന് വലിയ പ്രിയമൊന്നും ഉണ്ടാവില്ല. ശരിക്കുള്ള പ്രിയം എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മൾ ഓരോ കർമ്മവും അങ്ങനെ ഈശ്വരങ്കലായിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്കൊരു തമാശ നടന്ന സംഭവം ഓർമ്മ വരുന്നത്. എൻ്റെ ചില വികൃതികളിൽപ്പെട്ട ഒരു കാര്യമാണ്. 6 വർഷം മുമ്പ് ഞാൻ ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഒരു ചെറിയ സത്സംഗം നടത്തിയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു സ്ത്രീ എല്ലാ ദിവസവും സത്സംഗത്തിന് വരും. വളരെ ആഢ്യയാണ്, വളരെ പണക്കാരിയാണെന്ന് അവർ വരുന്ന കാറ് കണ്ടാലും അറിയാം. അവരുടെ ശരീരത്തിൽ അവർ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളൊക്കെ ഉണ്ടാകും. വളരെ ധനികയാണ്. വട്ടത്തിൽ ചുവന്ന പൊട്ടൊക്കെ തൊട്ട് ഭർത്താവിനോടൊപ്പമാണ് വരുന്നത്. അപ്പോൾ അവർ വന്ന് എന്നും ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ലാസ്റ്റ് ദിവസം അവർ എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ സന്തോഷത്തോടെ നമസ്കാരം പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് അവർ പറഞ്ഞു, ഞാൻ എല്ലാ ക്ഷേത്രങ്ങളും പോയി, ഞാൻ കാശിയിൽ പോയി, മധുരയിൽ പോയി, അവിടെ പോയി, എല്ലായിടത്തും പോയി, കൈലാസത്തിൽ പോയി, എന്തൊക്കെയോ പറഞ്ഞു. ഞാനതൊക്കെ കേട്ടു. അത് കഴിഞ്ഞിട്ട് എന്നോട് അവർ പറയുകയാണ്, ഞാൻ എല്ലാ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുമ്പോഴും ആ ജ്യോത്സ്യന്മാർ എഴുന്നേറ്റ് നിന്ന് എന്നെ നമസ്കരിക്കാറുണ്ടെന്ന് ആ സ്ത്രീ പറയുകയാണ്. ആ സ്ത്രീയെ ഞാൻ പറഞ്ഞു, വളരെ നല്ല കാര്യം, അവർക്ക് പുണ്യമാണെന്ന് പറഞ്ഞു. അവർക്ക് പുണ്യമാണ്, കാരണം നമ്മളൊരാൾ നമസ്കരിക്കുമ്പോൾ എന്തായാലും നമുക്ക് പുണ്യമാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അങ്ങനെയല്ല, ആ ജ്യോത്സ്യന്മാരെൻ്റെ ജാതകം നോക്കുമ്പോൾ അവരതിൽ കാണുന്ന സാക്ഷാൽ പാർവതീ ദേവിയുടെ അവതാരമാണ് ഞാനെന്നാണ് അവർ പറയുന്നതെന്നാണ് ഈ അമ്മ എന്നോട് പറഞ്ഞത്. സാക്ഷാൽ പാർവതീ ദേവി തന്നെയാണ് ഞാൻ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, ശരിയാണ്, നമ്മളെല്ലാം സത്തയിൽ ഈശ്വരൻ തന്നെയാണ്. അല്ല, അങ്ങനെയല്ല. എനിക്ക് എൻ്റെ ജാതകം നോക്കുമ്പോൾ എല്ലാവരും പറയുന്നതാണ്, ക്ഷേത്രത്തിലൊക്കെ ഏത് കാശിയിൽ പോയാലും രാമേശ്വരത്ത് പോയാലും പൂജാരി ഇറങ്ങി വന്ന് എന്നെ സ്വീകരിച്ച് കൊണ്ടുപോകാറുണ്ടെന്നൊക്കെ അവർ പറയുന്നു. ഉള്ളതോ ഇല്ലാത്തോ എനിക്കറിയില്ല. അത് ഉള്ളതാണെങ്കിലും കൊള്ളാം, ഇല്ലാത്തതാണെങ്കിൽ അവർക്ക് തന്നെ, എനിക്കറിയില്ല. ഇത് കേട്ടപ്പോൾ എനിക്കൊരു കുസൃതി എൻ്റെ നമ്മൾ ഈ തമാശ പറയുമ്പോൾ ആ ചിന്തയിൽ ഞാൻ അവരോട് പറഞ്ഞു, പാർവതീ ദേവിയുടെ ഭർത്താവ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ ഭർത്താവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി. അദ്ദേഹം ഡോക്ടറാണ്, അദ്ദേഹം ഉണ്ണികൃഷ്ണൻ എന്നാണ് പേരെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ ശരി, പാർവതി ദേവി 2 തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ആകെ ഒരു ഇദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ മുമ്പ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവർ പെട്ടെന്ന് എന്താ അങ്ങനെ 2 തെറ്റ് എന്താ ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്ന്, നിങ്ങളൊരു മൈനറെ വിവാഹം കഴിച്ചു, തെറ്റാണത്. മൈനർ എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണൻ വെച്ചാൽ മൈനറാണ്, കുട്ടികൃഷ്ണനാണ്. മൈനറെ വിവാഹം ചെയ്യാൻ പാടില്ല, അത് വലിയ തെറ്റാണ്. 2, നിങ്ങൾ ചെയ്തിരിക്കുന്ന തെറ്റെന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തം സഹോദരനെ വിവാഹം കഴിച്ചു, അത് തെറ്റാണ്. അയ്യോ എന്തായി പറയാം, ഞാൻ എൻ്റെ സഹോദരനെ വിവാഹം കഴിച്ചു, എന്തായി ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചവർ. ഞാൻ പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പാർവതി ദേവി, പത്മനാഭൻ്റെ സഹോദരിയാണ് പാർവതി. പത്മനാഭ സഹോദരിയായി നമ്മന്ന് മന്ത്രമുണ്ട്. പത്മനാഭൻ്റെ, നിങ്ങൾ പാർവതി ദേവിയുടെ അവതാരമല്ലേ, നിങ്ങൾ ഇത്ര വിവരമില്ലാണ്ട് ചെയ്താൽ മറ്റുള്ളവരുടെ കാര്യം എന്താണെന്ന് ചോദിച്ചു ഞാൻ. നിങ്ങളൊരു മൈനറെ കല്യാണം കഴിച്ചു, അതും കൃഷ്ണനെ കല്യാണം കഴിച്ചു. പാർവതി ഒരിക്കലും ചെയ്യാൻ പാടില്ല, പാർവതിയുടെ സഹോദര സ്ഥാനമാണ്. നിങ്ങൾ ശരിക്കും പാർവതിയാണ്, നിങ്ങൾക്ക് ബോധ്യം വരണം, ജോത്സ്യന് ബോധ്യം വന്നിട്ട് കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് വല്ലാതെ, എനിക്ക് തോന്നുന്നു അവർക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനത്തെ ഒരു റൂഡ് റിപ്ലൈ ഇൻ ദ ഫോം ഓഫ് എ ജോക്ക് കിട്ടുന്നത്. ഉടൻ തന്നെ അവർ അടുത്ത ദിവസത്തെ പരിപാടിക്ക് വന്നില്ല, പിന്നെ വന്നിട്ടേ ഇല്ല. പിന്നെ എപ്പോഴും ഒരു തവണ ഒറ്റ കണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ അവരോട് ഇപ്പോഴും ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, നമുക്ക് അങ്ങനെ പല ധാരണകളും നമ്മളെപ്പറ്റി ഉണ്ടാവാം, പക്ഷെ നമുക്കത് സ്വയം പൂർണ്ണമായും ബോധ്യം വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ വല്ലവനും നമ്മളെ ആദരിക്കുന്നു എന്ന് കണ്ടിട്ടാണ് അങ്ങനെ തോന്നുന്നതെങ്കിൽ അത് വലിയ അപകടകരമായ സംഗതിയാണ്. അത് സ്വന്തം ഈഗോയുടെ കുഴിയാണ്, ട്രാപ്പാണ്. അവനവന് മോക്ഷവുമില്ലാതെ വീണ്ടും അടുത്ത ജന്മം ഈ പാർവതി ദേവിയെ പറ്റി വേണ്ടാത്ത പറഞ്ഞുണ്ടാക്കിയതിന് അടുത്ത ജന്മം പിന്നെ അടി കൂടി താങ്ങണം. അതുകൊണ്ട് ഇങ്ങനത്തെ വേണ്ടാത്തതൊന്നും ചിന്തിച്ച് നശിക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഇവിടെ പറഞ്ഞത്, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവവും നമുക്ക് തന്നിരിക്കുന്നത് ഈശ്വരനെ ഭജിക്കാനാണ്. പ്രണമാം ഈശസ്യ ശിരഫലം, തല കൊണ്ട് ഈശ്വരനെ നമസ്കരിക്കണം, അതിനാണ് തല. വിദുസ്ത ദർശനം, അതിൻ്റെ ദേവന്മാർ, വിദ്യ അറിയുന്ന ദേവന്മാർ, പാണിഫലം ദിവ്യൗകസ, അവരുടെ ദേവന്മാരുടെ കൈകൾ എന്തിനാണ്, അവർ വിഷ്ണുവിനെ പൂജിക്കുകയാണ് ദേവന്മാർ കൈകൊണ്ട്. മനഫലം തദ്ഗുണ തത്വചിന്തനം, മനസ്സിൻ്റെ ഫലം എന്താണ്, തദ്ഗുണ തത്വചിന്തനം, ഭഗവാന്റെ ഗുണതത്വങ്ങളെ ചിന്തിക്കുക എന്നുള്ളതാണ്. വാചസ്തു ഗോവിന്ദ ഗുണസ്തവ ഫലം, വാക്കെന്തിനാണ്, ഗോവിന്ദൻ്റെ ഭഗവാന്റെ നാമങ്ങളെ സ്മരിക്കാനും ജപിക്കാനുമാണ് വാക്ക്, ഭഗവാനെ സ്തുതിക്കാനുമാണ്. ഭാഗവതം പോലെയുള്ള സച്ഛാസ്ത്രങ്ങളൊക്കെ ഭഗവാന്റെ ഗുണങ്ങളെ സ്മരിക്കുകയാണ്. അപ്പോൾ അത് ഭാഗവതം വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വായ അതിൻ്റെ പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ്. ആ പ്രവൃത്തി എന്താണ്, വിഷ്ണുവിനെ സ്മരിക്കുക, സ്തുതിക്കുക, അവിടുത്തെ ഗുണങ്ങൾ സ്തുതിക്കുക എന്നുള്ളതാണ്. അടുത്ത മന്ത്രം വളരെ പ്രസിദ്ധമാണ്. കാരണം ഈ മന്ത്രം ഈ മുകുന്ദമാലയിൽ നിന്ന് എടുത്തിട്ട് പാരമ്പര്യമായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിച്ച ശേഷം അവസാനം ജപിക്കാറുണ്ട്. ശരിക്കും കുലശേഖര പെരുമാളുടെയാണിത്. പക്ഷേ വിഷ്ണു സഹസ്രനാമം മുഴുവൻ പാഠം ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ശ്ലോകം വിഷ്ണുവിനെ സ്മരിച്ചാൽ എന്തൊക്കെ കിട്ടും, നാരായണനെ സങ്കീർത്തനം ചെയ്താൽ എന്തൊക്കെ കിട്ടുമെന്ന് ഈ മുകുന്ദമാലയിൽ നിന്ന് എടുത്തിട്ട് വിഷ്ണു സഹസ്രനാമത്തിന് ശേഷം ചേർത്തിട്ടുണ്ട്. അതിങ്ങനെ പഠിച്ചു വരുന്നത് പാരമ്പര്യമാണ്, ശിഷ്ടാചാരമാണ്. ആർത്താവിഷണ്ണ ശിഥിലാശ്ച ഭീത ഘോരേഷു ച വ്യാധിഷു വർത്തമാനാ സങ്കീർത്യ നാരായണ ശബ്ദമാത്രം വിമുക്ത ദുഃഖാ സുഖിനോ ഭവന്തി. എന്താണ് ആർത്താ, ദുഃഖിതന്മാർ, വിഷണ്ണ, വിഷമിച്ചിരിക്കുന്നവർ, വിഷാദം കലർന്നവർ, ശിഥില, ദരിദ്രന്മാർ, ഭീത, പേടിച്ച് അരണ്ടിരിക്കുന്നവർ, ഭയന്നിരിക്കുന്നവർ തുടങ്ങി ഭയങ്കരമായ ഘോരേഷു ച വ്യാധിഷു, ഘോരമായ വ്യാധികളാൽ, രോഗങ്ങളിൽ പെട്ടിട്ടുള്ള വർത്തമാന, ഘോര രോഗങ്ങൾ വന്നു പെട്ടിട്ടുള്ള ആളുകൾ, രോഗങ്ങൾ പിടിപെട്ടവർ, രോഗികൾക്കും നാരായണ ശബ്ദമാത്രം, നാരായണ എന്ന ശബ്ദം കൊണ്ട് മാത്രം സങ്കീർത്തനം ചെയ്തിട്ട് അവരുടെ എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും ഇല്ലാതായി അവർ സുഖികളായി ഭവിക്കുന്നു. സുഖിനോ ഭവന്തി, അങ്ങനെ അവർ ഭവിക്കുന്നു. അപ്പോൾ നാരായണ ശബ്ദം മാത്രം മതി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മുടെയൊക്കെ തറവാടുകളിൽ മുത്തശ്ശിമാർ, ഒരു വേള മുത്തശ്ശന്മാരും, അവർ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോൾ അറിയാണ്ട് എന്താ പറയുക, നാരായണ നാരായണ എന്ന് പറയും. ഇരുന്നിട്ട് കാല് തിരുമുമ്പോൾ എന്താ അറിയാതെ അവർ പറയുക, നാരായണ നാരായണ എന്ന് പറയും. ഒരിടത്ത് പിടിച്ച് പടി കയറണമെങ്കിൽ മുത്തശ്ശിമാരെന്താ പറയുക, നാരായണ നാരായണ എന്ന് പറയും. ഇതിവരെ ആരെങ്കിലും പഠിപ്പിച്ചതാണോ? ഏതെങ്കിലും മത അധ്യാപകൻ പോയിട്ട് നിങ്ങൾ പിടിച്ച് പടി കയറുമ്പോൾ നാരായണൻ ചൊല്ലിക്കോണെന്ന് പറഞ്ഞതാണോ? അല്ല. എങ്ങനെ ഇത് വരുന്നത്? അതിനൊരു കാര്യമുണ്ട്. നമ്മുടെ പ്രാണൻ്റെ ഒഴുക്കിനെ, വാതരോഗത്തെയൊക്കെ ഏറ്റവും പെട്ടെന്ന്, വാതരോഗം വരുന്നത് തന്നെ പ്രാണൻ്റെ വിലക്കൽ കൊണ്ടാണ്. ഈ പ്രാണൻ്റെ ഒഴുക്കിനെ
ഏറ്റവും ഗുണകരമായ ശബ്ദമാണ് നാരായണ ശബ്ദം. ഈ നാരായണ എന്ന ശബ്ദത്തിൽ തന്നെ എന്തോ ഒരു വൈദ്യം, ഒരു മരുന്ന് അടങ്ങിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഇത് പല പ്രായമുള്ള ആൾക്കാരെ നോക്കുമ്പോൾ അറിയാം, നാരായണ നാരായണ എന്ന് ജപിക്കുമ്പോഴേക്കും അവർക്ക് നടക്കാനാവണമെന്നുള്ളതാണ്. തീരെ നടക്കാൻ പറ്റാത്ത റോഡിൽ നിന്ന് പോണ സ്ത്രീകൾ, വയസ്സായവർ പോലും നാരായണ എന്ന് ജപിക്കുമ്പോഴേക്കും അവർക്ക് നടക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ഈ എന്നും സന്ധ്യയ്ക്ക് നാമം ജപിക്കുമ്പോൾ 108 തവണ ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്ന് ജപിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രാണൻ്റെ സഞ്ചാരം സുഗമമാവുകയാണ്, നമുക്ക് ഉന്മേഷം വരികയാണ്. ഉടലിന് നാരായണൻ, ഉയിരിന് നമഃശിവായ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഉയിരിന്, നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ജ്ഞാനത്തിന്, മോക്ഷത്തിനൊക്കെ നമഃശിവായ മന്ത്രം ജപിക്കണം. അതായത് മനസ്സ് ഏകാഗ്രമാവണമെങ്കിൽ, ഉന്മനിയിലേക്ക് പോകണമെങ്കിൽ നമഃശിവായ മന്ത്രം വേണം. ആത്മലയം കിട്ടണമെങ്കിൽ നമഃശിവായ മന്ത്രം വേണം. അതിനാദ്യം ശരീരം ശരിയാവണ്ടേ? അപ്പോൾ ശരീരത്തിൻ്റെ പ്രാണങ്ങളെ കൃത്യമായി നിലനിർത്താനും അതിൻ്റെ ബന്ധാക്കളിൽ പ്രവർത്തിപ്പിക്കാനും സാധിക്കുന്നത് നാരായണ ശബ്ദം കൊണ്ടാണ്. അപ്പോൾ ആദ്യം ഓം നമോ നാരായണായ ചെയ്യുക, ജപിച്ച ശേഷം ഓം നമഃശിവായ ജപിക്കുക. ഇങ്ങനെ ഒരു ക്രമം ഉണ്ടാക്കിയെടുക്കണം എല്ലാവരും. അടുത്ത മന്ത്രം നാരായണായ നമ ഇത്യയമേവ സദ്യ സംസാര ഘോര വിഷസംഹരണായ മന്ത്ര ശൃണ്വന്തു ഭവ്യമതയോ യതയോസ്തരാഗ ഉച്ചൈസ്തരാമുപദിശാമ്യഹമൂർധ്വബാഹു. ഇദ്ദേഹം അവസാനം പറയാണ്, അതായത് കൈ ഉയർത്തി പറയാണ് അദ്ദേഹം, ജപിക്കൂ, നാരായണനാമം ജപിക്കൂ, എല്ലാവരും നാരായണനാമം ജപിക്കൂ എന്ന് പറയണേ. എന്തിനാ അങ്ങനെ പറയണേ? ഞാൻ 2 കൈയും ഉയർത്തി പിടിച്ചുകൊണ്ട് ഏറ്റവും ഉറക്ക ഉപദേശിക്കുന്നു. ഉച്ചൈസ്തരാം ഉപദിശാമി അഹം ഊർധ്വബാഹു. ഞാൻ കൈകൾ ഉയർത്തി വെച്ചിട്ട് വിളിച്ചു പറയുകയാണ് നിങ്ങളോട്, ജപിക്കൂ, നാമം ജപിക്കൂ, നാരായണ നാമം. എന്താ കാരണം? ശുദ്ധബുദ്ധികളും ഭൗതിക ബന്ധമില്ലാത്തവരുമായ മോക്ഷേച്ഛുക്കളായ ജനങ്ങൾ ഇത് കേൾക്കട്ടെ. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്നുള്ള ഈ മന്ത്രമാണ് പെട്ടെന്ന് എല്ലാ സംസാര ദുഃഖങ്ങളെയും നശിപ്പിക്കുന്ന ഏക മന്ത്രം. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ശരീരത്തിന് സൗഖ്യം വന്നാലേ ജപിക്കാൻ തോന്നൂ. അതിനാദ്യം നാരായണ നാമം ജപിക്കണം, വിഷ്ണു സ്മരണം ചെയ്യണം. ഇത് പറയുമ്പോൾ എനിക്ക് ഉണ്ടായൊരു സംഭവ കഥ പറയാം. എൻ്റെ ഒരു സുഹൃത്ത് ഒരു പൂജകനാണ്. അദ്ദേഹം ഈ ക്ഷേത്രങ്ങളിലൊക്കെ പൂജ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഇടക്കാലത്ത് ഈ താന്ത്രികമായിട്ടുള്ള വളരെ ക്രിയകളിലൊക്കെ പോയിട്ട്, വളരെ ഗൂഢമായിട്ടുള്ള തന്ത്ര സംവിധാനത്തിലൊക്കെ പോയിട്ട് എല്ലാം ദേവിയാണ് എന്ന് ചിന്തിക്കുന്ന ആളാണ്. അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. ഭാരതത്തിൻ്റെ സംവിധാനത്തിൽ ഇന്ന ദേവതയെ പ്രാർത്ഥിച്ചേ തീരൂ, ഇന്ന ദേവത ഇല്ലാണ്ട് രക്ഷയില്ല എന്ന് ആരും പറയില്ല. പക്ഷേ ഇദ്ദേഹത്തിനൊരു കടുംപിടുത്തം പോലെയാണ്. ഇദ്ദേഹം ഇങ്ങനെ ദേവിയെ അല്ലാതെ വേറെ ഒന്നിനെയും, അത് നല്ലതാണ്, പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നാരായണ നാമം ആദ്യം ജപിച്ചിട്ട് ഇത് ചെയ്തോളൂ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉടലിന് സുഖം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് ശ്രവിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിന് ഒരുപാട് ഘോരമായ വ്യാധികൾ വന്ന സമയത്ത് താനേ തന്നെ അദ്ദേഹം നാരായണൻ്റെ മഹത്വം നാരായണൻ എന്നല്ല, എല്ലാ ദേവതയ്ക്കും മഹത്വമുണ്ട്. പക്ഷേ ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിൻ്റെ പ്രത്യേകതയുണ്ട്, അതിനൊരു പ്രത്യേക ഡ്യൂട്ടി ഉണ്ട്, അത് ചെയ്യണമല്ലോ. ഇപ്പം നമ്മൾ വീടിനകത്തേക്ക് കയറുമ്പോൾ കാല് കഴുകിയിട്ട് അകത്തേക്ക് കയറും. അതുപോലെ ഒരു ജപിക്കാനിരിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഗണപതിയെ വന്ദിക്കുന്നു, പിന്നെ നാരായണനാമം ജപിക്കണം. കാരണം നമ്മുടെ പ്രാണങ്ങൾ കൃത്യമായാലേ നമുക്ക് ജപിക്കാൻ ഏകാഗ്രത കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആദ്യമേ എന്ന് പറയട്ടെ, ഇവിടെ ഇദ്ദേഹം തന്നെ ഉറക്കെ പറയുകയാണ്, നാരായണായ നമ ഇത്യയമേവ സദ്യ സംസാര ഘോര വിഷസംഹരണായ മന്ത്ര. അതായത് സംസാരത്തിലുണ്ടാകുന്ന ശാരീരിക ക്ലേശമാവട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടാവട്ടെ, മറ്റെല്ലാ ക്ലേശങ്ങളാവട്ടെ, അതിൽ നിന്നെല്ലാം മുക്തമാക്കുന്ന മന്ത്രം നാരായണായ നമ എന്ന മന്ത്രമാണ്. ഓം നമോ നാരായണായ എന്നോ ഓം നാരായണായ നമ എന്നോ പറയാം. അല്ലാതെ ഓം നമോ നാരായണായ നമ എന്ന് പറയരുത്. പലയിടത്തും അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം, അത് തെറ്റാണ്. ഒന്നല്ലെങ്കിൽ ഓം നമോ നാരായണായ അഷ്ടാക്ഷരി, അല്ലെങ്കിൽ ഓം നാരായണായ നമ, ഇങ്ങനെയാണ് ജപിക്കേണ്ടത്. അടുത്ത മന്ത്രം അദ്ദേഹം കൈ ഉയർത്തി പറയണം, ജപിക്കൂ ജപിക്കൂ എന്ന് കുലശേഖര പെരുമാൾ പറയണം. ഇത് അടുത്ത ശ്ലോകം മിക്കവാറും പിന്നെ മുകുന്ദമാലയുടെ പുസ്തകങ്ങളിൽ ആദ്യം ചേർത്തിരിക്കുന്നതാണ് ശ്ലോകം. പക്ഷേ സത്യത്തിൽ ഇതിൻ്റെ ഓർഡർ ഇതാണ്, അവസാനമാണ് വരിക. വന്ദേ മുകുന്ദം അരവിന്ദ ദളായതാക്ഷം കുന്ദേന്ദുശംഖദശനം ശിശുഗോപവേഷം ഇന്ദ്രാദിദേവഗണ വന്ദിത പാദപീഠം വൃന്ദാവനാലയമഹം വസുദേവസൂനും. ആരെയാണ് ഞാൻ വന്ദിക്കുന്നത്? താമരപ്പൂ പോലെ വിടർന്ന ജ്ഞാനം നിറഞ്ഞ കണ്ണുകളോടുകൂടിയവനും
മുല്ലപ്പൂവ്, ശംഖ്, ഇന്ദ്രൻ എന്നിവ പോലെ നിർമ്മലമായ വെളുത്ത ദന്തങ്ങളോട് കൂടിയവനും ബാലഗോപാലവേഷം ധരിച്ചവനും ഇന്ദ്രാദികളായ ദേവഗണങ്ങളാൽ വന്ദിക്കപ്പെടുന്ന പാദപത്മങ്ങളോട് കൂടിയവനുമായ വൃന്ദാവനവാസിയായ ശ്രീകൃഷ്ണനെ, വസുദേവരുടെ പുത്രനെ ഞാനിതാ മുകുന്ദനെ വന്ദിക്കുന്നു. അങ്ങനെയുള്ള മുകുന്ദനെ ഞാൻ വന്ദിക്കുന്നു. ഈ മുകുന്ദ ശ്ലോകം, ഈ മുകുന്ദ ശബ്ദമുള്ളത് കൊണ്ടാണ് മുകുന്ദമാല എന്ന് പേര് വരാൻ കാരണം. വന്ദേ മുകുന്ദമരവിന്ദ ദളായതാക്ഷം കുന്ദേന്ദു ശംഖദശനം ശിശുഗോപവേഷം ഇന്ദ്രാദിദേവഗണവന്ദിത പാദപീഠം വൃന്ദാവനാലയമഹം വസുദേവസൂനും. അടുത്ത മന്ത്രം അവസാനത്തെ മന്ത്രമാണ്. യസ്യ പ്രിയൗ ശ്രുതിധരൗ കവിലോകവീരൗ. യസ്യ പ്രിയൗ ശ്രുതിധരൗ കവിലോകവീരൗ മിത്രേ ദ്വിജന്മവരപാരശവാവഭൂതാം തേനാംബുജാക്ഷചരണാംബുജ ഷട്പദേന രാജ്ഞാകൃതാ കൃതിരിയം കുലശേഖരേണ. ഇവിടെ ശ്രുതിധരോ വേദപണ്ഡിതന്മാരും കവിലോകവീരൗ കവികുലത്തിലെ ശ്രേഷ്ഠന്മാരുമായ ദ്വിജന്മപാരവശവും, അതായത് ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ എന്നർത്ഥമുണ്ട്. ദ്വിജൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജനിച്ചവനാണ്. ഗായത്രി മന്ത്രം ഉപദേശിക്കപ്പെടുകയും ആചാര്യനിലൂടെ ഗായത്രി മന്ത്രം ശരിക്കും അച്ഛനാണ് ഉപദേശിക്കാൻ. ധർമ്മശാസ്ത്ര പ്രകാരം സ്വന്തം അച്ഛന് മാത്രമേ ഗായത്രി മന്ത്രം ഉപദേശിക്കാനുള്ള അവകാശമുള്ളൂ. അച്ഛനില്ല, അച്ഛന് മരണം സംഭവിച്ചു എങ്കിൽ അപ്പോൾ അമ്മാവന് ഉപദേശിക്കാം, അല്ലാതെ മറ്റാർക്കും ഗായത്രി ഉപദേശിക്കാൻ അവകാശമില്ല ശരിക്ക് ധർമ്മശാസ്ത്ര പ്രകാരം. പിന്നെ എന്തൊക്കെയാണ് നടന്നു വരുന്നത് എനിക്കറിയില്ല. ഇന്ന് നാട്ടിൽ മുഴുവൻ ഗായത്രിയാണ്, ഗായത്രി തട്ടിയിട്ട് നടക്കാൻ വയ്യ, അതെന്താണെന്നറിയില്ല. പോട്ടെ. അപ്പോൾ ദ്വിജന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ എന്ന് പറഞ്ഞത് ഗായത്രി മന്ത്രത്തെ സ്വീകരിച്ച് ജപിക്കുന്നവരാണ്. ഗായത്രി മന്ത്രം ജപിക്കുന്ന, അതായത് രണ്ടാമത് ജനിച്ചവർ എന്നർത്ഥം. ദ്വിജൻ എന്ന ശബ്ദത്തിന് ഒരർത്ഥം പല്ല് എന്നാണ്. ആ പല്ല് ഒരു തവണ വന്നിട്ട് പിന്നെ പോയി പിന്നെയും വരുന്നത്, രണ്ടാമത് വന്ന പല്ലാണ് നമുക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് പല്ലിന് ദ്വിജൻ എന്ന് പേരുണ്ട്. പക്ഷിക്ക് ദ്വിജൻ എന്ന് പേരുണ്ട്. കാരണം പക്ഷി ആദ്യം മുട്ടയായിട്ട് പുറത്തേക്ക് വന്നിട്ട് ആ മുട്ട വീണ്ടും വിരിഞ്ഞ് രണ്ടാമത്തെ ജന്മമാണ് പക്ഷിക്ക്. അപ്പോൾ അതും ദ്വിജനാണ്. ബ്രാഹ്മണനും ഇതുപോലെ ജനിച്ച ശേഷം സംസ്കാര ക്രിയാദികൾ ചെയ്ത് ഗായത്രിയിൽ പ്രവേശിച്ച് ഗായത്രിയിലൂടെ ജനിക്കുന്നത് കൊണ്ട് ആ രണ്ടാം ജന്മമായതുകൊണ്ട് ദ്വിജൻ എന്ന് പേര്. ദ്വിജന്മപാരവശവും ഇവിടെ പറയുന്നത് ശ്രുതിധരൗ കവിലോകവീരൗ ദ്വിജന്മപാരശവൗ. ദ്വിജന്മപാരശവന്മാരായിട്ടുള്ള, അതായത് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരായിട്ടുള്ള യാതൊരുവൻ്റെ ഇഷ്ടപ്പെട്ട സ്നേഹിതന്മാരാകുന്നു. ആ അംബുജാക്ഷ ചരണാംബുജ ഷട്പദേര്, താമരപ്പൂൽ വണ്ടെന്ന പോലെ താമരക്കണ്ണന ഭഗവാന്റെ പാദപത്മങ്ങളിൽ ആസക്തനായിട്ടുള്ളവനുമായിട്ടുള്ള, എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? കുലശേഖര പെരുമാളുടെ വേദപണ്ഡിതന്മാർ, കവിശ്രേഷ്ഠന്മാർ, ബ്രാഹ്മണശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹാന്മാരുടെ എല്ലാം പ്രിയപ്പെട്ട ഈ ശ്രീകൃഷ്ണൻ, ആ ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ ശ്രീകൃഷ്ണനിൽ ആസക്തനായിട്ടുള്ളവനാണ് കുലശേഖര പെരുമാൾ. ബ്രാഹ്മണർ, വേദജ്ഞർ, കവികുലപതികളെല്ലാം ശ്രീകൃഷ്ണൻ്റെ പാദാരവിന്ദങ്ങളെ നമസ്കരിക്കുന്നു. ആ ശ്രീകൃഷ്ണനിൽ ആസക്തമായ ഹൃദയത്തോടു കൂടിയ രാജാവാണ്, ക്ഷത്രിയനാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് പറയുകയാണ്. രാജ്ഞാകൃത കൃതിരിയം കുലശേഖരേണ. ഈ മുകുന്ദമാല എന്ന കൃതി കുലശേഖരേണ രാജ്ഞ, കുലശേഖരൻ എന്ന രാജാവിനാൽ ഇയം കൃതി, ഈ മുകുന്ദമാല എന്ന കൃതി രചിക്കപ്പെട്ടു. വേദപണ്ഡിതന്മാരും മഹാകവികളുമായ ഒരു ബ്രാഹ്മണൻ്റെയും ഒരു വാര്യരുടെയും പ്രിയമിത്രവും, അവിടെ വാര്യരും ഇയാളുടെ പ്രിയനാണെന്നുള്ളത് ഇതിലുണ്ട്. അതുകൊണ്ടാണ് ദ്വിജന്മ പാരശവവും എന്ന് പറഞ്ഞിരിക്കുന്നത്. വാര്യന്മാരെയാണ് പറയണത്. ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെയും വാര്യരുടെയും പ്രിയപ്പെട്ട ആളാണ്. അങ്ങനെ ഉള്ള പ്രിയമിത്രവും ഭഗവാന്റെ പാദപത്മങ്ങളെ ഭജിക്കുന്നവനുമായ കുലശേഖരൻ എന്ന രാജാവിനാൽ ഈ കൃതി എഴുതപ്പെട്ടു. കുലശേഖര ആഴ്വാർ കേരള ചക്രവർത്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വാര്യരും ഒരു സുഹൃത്തുണ്ടായിരുന്നു, കവിയായിട്ടുള്ള ഒരാൾ. ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ കവികളുണ്ടായിരുന്നു സുഹൃത്തുക്കളായിട്ട്, വേദപണ്ഡിതന്മാർ അദ്ദേഹത്തിന് സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ മഹാന്മാരായിട്ടുള്ള ഈ സുഹൃത്തുക്കളെല്ലാം, അവരോടെല്ലാം സൗഹൃദം ഉണ്ടായിരുന്നു കുലശേഖര പെരുമാൾക്ക്. അവരെല്ലാം തന്നെ ശ്രീകൃഷ്ണ ഭക്തരായിരുന്നു. ആ ശ്രീരംഗസ്വാമിയുടെ, ആ ശ്രീരംഗ പെരുമാളുടെ പരമഭക്തനായ കുലശേഖരൻ എന്ന രാജാവ് ഈ മുകുന്ദമാല എന്ന കൃതി ഇവിടെ എഴുതി സമർപ്പിക്കുന്നു എന്നർത്ഥം. ഇതോടുകൂടി നമ്മുടെ ഇത് കഴിഞ്ഞു. മുകുന്ദമാല എന്ന സ്തോത്രകൃതി കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ മുതൽ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു. നാരായണൻ്റെ പാദങ്ങളിൽ നമ്മളത് സമർപ്പിച്ചു. എല്ലാവരും മുകുന്ദമാല
ശ്രദ്ധയോടെ പഠിച്ച് മിടുക്കന്മാരാവുക. കോപ്പി എവിടെ കിട്ടും എന്ന് ചിലർ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ശ്രീരാമകൃഷ്ണ മഠത്തിൽ മുകുന്ദമാല മലയാളത്തിൽ കിട്ടും. ശ്രീരാമകൃഷ്ണ മഠത്തിൽ മുകുന്ദമാല മലയാളത്തിൽ കിട്ടും. വേണ്ടവർക്ക് വാങ്ങിയിട്ട് പഠിക്കാം. അത് നമ്മുടെ മൃഡാനന്ദ സ്വാമികളാണ് അത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ വ്യാഖ്യാനം അത് വളരെ ലഘുവായ വ്യാഖ്യാനം, വലിയ വിശദീകരണം ഇല്ലാത്തതാണ്. അത് മതിയാവും. അതിൽ തെറ്റില്ലാത്ത പാഠമാണ്. രാമകൃഷ്ണ മഠത്തിൻ്റെ പുസ്തകങ്ങളുടെ പ്രത്യേകത തെറ്റില്ലാത്ത പാഠമായിരിക്കും, അല്ലെങ്കിൽ സംശോധനം ചെയ്തതായിരിക്കും എന്ന് പറയട്ടെ. ഇനി നാളെ മുതൽ ശ്രീമദ് ഭഗവത്ഗീതയാണ്. ഉപനിഷത്തുക്കളുടെ സ്ഥാനമുള്ള ഭാരതത്തിൻ്റെ ആത്മാവായ ഗീത. ഗീത എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരമാണ് ഗീത. അങ്ങനെയുള്ള ഗീതയുടെ സാരം, ഗീതയിലെ ഏതാനും ശ്ലോകങ്ങൾ എടുത്തിട്ട് ഒന്ന് ഓടിച്ചിട്ട് സാധനയ്ക്ക് ഗുണം ചെയ്യും, ഉപാസനയ്ക്ക്, ഏകാഗ്രതയ്ക്ക്, ധ്യാനത്തിനൊക്കെ ഗുണം ചെയ്യുന്ന രീതിയിൽ ഗീതയെ പഠിക്കുകയാണ്. സാധാരണ ഗീതയെ പല രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്നത് വേദാന്തത്തിൻ്റെ ദൃഷ്ടിയിലാണ്, ആത്മവിചാരത്തിൻ്റെ ദൃഷ്ടിയിൽ മാത്രം ഗീതയെ നോക്കിക്കാണാണ്. തുടക്കത്തിൽ ഗീത ക്രമികമായി ഓരോ അധ്യായം എടുത്തിട്ടല്ല നമ്മൾ ചെയ്യണത്. ഓരോ അധ്യായം എടുത്തിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് എൻ്റെയൊക്കെ കണക്ക് പ്രകാരമാണ് വെച്ചാൽ ഒരു അധ്യായം കഴിയാൻ തന്നെ ഒരു 30 ദിവസം വേണം മിനിമം. ഒരു അധ്യായം എടുത്ത് കഴിയാൻ തന്നെ 30 ദിവസം വേണം. അപ്പോൾ അതുകൊണ്ട് അത് ടൈം ടേക്കിംഗ് ആണ്. അത്ര ടൈം ടേക്കിംഗ് അല്ലാതെ ഗീതയുടെ സാരം ചോരാതെ, അതിൻ്റെ അർത്ഥസമ്പുഷ്ടത നഷ്ടപ്പെടാതെ, അതിന് ഭംഗം വരുത്താതെ ഒക്കെ ആത്മവിചാരത്തിന് എങ്ങനെ ഗീത ഉപയോഗിക്കാം എന്ന രീതിയിലാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ദിവ്യവാണിയായ ഭഗവത്ഗീത നമ്മളെല്ലാം ചേർന്നിരുന്ന് പഠിക്കും. അതിനുവേണ്ടി എല്ലാവരും മനസ്സാ തയ്യാറെടുക്കുക. ഹര നമഃ പാർവതീ പതയേ ഹര ഹര മഹാദേവ.